നമ്മുടെ അവിടുത്തെ ഗവൺമെൻറ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അതായത് മദ്യത്തെ ബിവറേജ് കോർപ്പറേഷൻ വഴി, കാരണം മറ്റുള്ള മദ്യങ്ങൾ നിർത്തലാക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ പിന്നെ പരിധിക്കുള്ളിൽ നിർത്താനുള്ള ഒരു കരുതലോടെ കൊണ്ടുപോകാനുള്ളൊരു കീഴ്വഴക്കമായിരിക്കാം അതിനുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അങ്ങനെ ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല ഇതിൽ. നമുക്കത് ഇവിടുത്തെ ഓരോ ലൈസൻസും ഓരോ വ്യക്തികളുടെ കയ്യിലാണ്. ചിലപ്പോൾ ഒരാൾക്ക് 1-2 ബാറൊക്കെ ഉണ്ടായിരിക്കാം. അല്ലാണ്ട് ഒരു ഏരിയ വൈസായിട്ട് അങ്ങനെ ഒരാൾ ഇപ്പോൾ നമ്മൾ ലേലം വിളിക്കുന്ന ആ ഒരു സംഭവം ഇവിടെ ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കോമ്പറ്റീഷനും ഒരു നല്ല കോമ്പറ്റീഷൻ നിലനിൽക്കും ഇപ്പോഴും. ഈ കോമ്പറ്റീഷനെ ഈ നല്ല ഇത് സപ്ലൈ ചെയ്യുക, അതായത് ഈ കെമിക്കലോ മറ്റുള്ള ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുക. അതല്ലാതെ ഹോട്ടലിനകത്ത് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക? പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഡ്രിങ്ക്സിൻ്റെ കൂടെ ഭക്ഷണമാണല്ലോ നല്ല. ഇപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ ചൈനീസ്, അതുപോലെ പഞ്ചാബി ഡിഷ്, തന്തൂരി ഐറ്റംസ്, സൗത്ത് ഇന്ത്യൻ എല്ലാം കിട്ടും. എല്ലാ ഡിഷസും ഉണ്ട് അല്ലേ? എത്ര മണിക്കാണ് തുറക്കുന്നത്? ഇതിവിടെ ഞങ്ങൾ കാലത്ത് 10 മണി തുറക്കും. 10 മണിക്ക് ആൾക്കാരുണ്ടാവും? 10 മണിക്ക് അധികം റഷ് ഉണ്ടാവില്ല. ഒരു 12 മണിയോട് കൂടിയൊക്കെയാണ് പിന്നെ തിരക്ക് തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പിന്നെ കല്യാണത്തിലേക്കൊക്കെ എങ്ങനെയാണ് കുടുംബം ആകുന്നത്? പിന്നെ ഇവിടുന്ന് വന്നതിന് ശേഷമാണ് പിന്നെ സിസ്റ്ററുടെ മാരേജ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മാരേജ് 97. ഭാര്യയുടെ പേര് ഇന്ദു. എവിടെയാണ് സ്ഥലം? അവർ പൊന്നാനി. അപ്പോൾ നേരത്തെ ആലോചിച്ച? അതെ, അത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്രോക്കർ മുഖാന്തരമായിരുന്നു. പിന്നെ അവർ തമിഴ്നാട്ടിലാണ്. അവർ അച്ഛനും അമ്മയൊക്കെ അവിടെ സെറ്റിൽഡാണ്. അവിടെ ഹോട്ടലുണ്ട്. അവർ പ്രിയ ഹോട്ടൽ ആൻഡ് ബേക്കറി എന്നുണ്ട്. അവർ തമിഴ്നാട്ടിൽ മധുരയിൽ പൊന്നമരാവതി എന്ന സ്ഥലത്താണ്. അവർ പിന്നെ 4 സഹോദരന്മാരാണ്. ഇന്ദുവിൻ്റെ ഒരു അനിയത്തി, പിന്നെ ഒരു അനിയൻ, പിന്നെ ഒരു ചേട്ടൻ. ഇല്ല, ഇപ്പോൾ പൊന്നമരാവതിയിൽ ഇപ്പോൾ ഏറ്റവും താഴെ അനിയൻ മാത്രമേ ഉള്ളൂ ഹോട്ടൽ കാര്യങ്ങളൊക്കെ നടത്തുന്നു. പിന്നെ മൂത്ത ചേട്ടൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതേപോലെ ഇവിടെയാണ്, അവരുടെ ദുബായിലാണ്. അതെ. പിന്നെ അനിയത്തിയും ഭർത്താവും ദുബായിൽ തന്നെ. അപ്പോൾ അവരെങ്ങനെ അവരുടെ കുടുംബവും അങ്ങോട്ടും ഫോൺ വിളിക്കാറുണ്ട്? വിളിക്കാറുണ്ട്. മക്കള് 2 പേര്. എന്തൊക്കെ ചെയ്യുന്നത്? അവരിപ്പോൾ ഒരാൾ 6-ൽ, ഒരാൾ 7-ൽ. അഭിഷേക് സാഗർ മൂത്താള് 7-ൽ, പിന്നെ അഖിലേഷ് സാഗർ താഴെയുള്ളതാണ്. അഖിലേഷ് സാഗർ ആണുങ്ങളാണ്, ആൺകുട്ടികളാണ്. അവര് 7-ൽ, താഴെ 2-ൽ, 6-ൽ. അവർക്ക് മറ്റ് കലാവാസനകളും ഉണ്ട്. ഇപ്പോൾ ഒരാൾ തബല പഠിക്കുന്നുണ്ട്, ഒരു കീബോർഡ് വായിക്കുന്നുണ്ട്. താഴെ അഖിലേഷ് കീബോർഡ്. എന്താണ് അതിലോട്ടുള്ള താല്പര്യം? കലാപരമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, എനിക്ക് ഡാൻസിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഡാൻസ് ചെയ്യുമായിരുന്നു? ഇല്ല, പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെ നമ്മള് പ്രാവർത്തികമാകുന്നുള്ളത് നമ്മൾ ഒരു ചാൻസ് കൊടുക്കുക. പിന്നെ അവരെവിടെ എത്തുന്നു? ഇവിടെ ബാന്ദ്രയിലുള്ള IAS മാണിക് വിദ്യാമന്ദിർ, അവിടെയാണ് പഠിക്കുന്നത്. ഇന്നിപ്പോൾ അവർക്ക് ക്യാമ്പുണ്ട്, അതിന് വേണ്ടിയിട്ട് പോയതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം മക്കളെങ്ങനെ? ഭാര്യ ഇപ്പം എത്ര കാലം ഇവിടെ? അതിനുശേഷം ഇവിടെ തന്നെയാണ്? ഇപ്പോൾ ഇവിടെ തന്നെ, ഈ 3ാമത്തെ നിലയിൽ തന്നെ താമസവും. ഓക്കെ. ഒരു പുരുഷൻ്റെ വിജയത്തിന് എപ്പോഴും ഒരു സ്ത്രീ അനിവാര്യ ഘടകമാണ്. അതാണല്ലോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് തന്നെ. ഈ ബിസിനസ്സിൽ, പ്രദീപ് സാറിൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഭാര്യ എത്രത്തോളം പിന്നെ ചേരുന്നു എന്ന് നമുക്ക് നോക്കാം. പേര് ഞങ്ങൾ പരിചയപ്പെട്ടു. ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞാട്ടെ. അതെ, എൻ്റെ പേര് ഇന്ദു എന്നാണ്. പൊന്നാനിയിലാണെന്ന് പറഞ്ഞു. അതെ. നാട്ടിലല്ല ജനിച്ചു വളർന്നതൊക്കെ, തമിഴ്നാട്ടിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം. എന്നിട്ട് മലയാളം ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നത്? വീട്ടിൽ മലയാളം പറയും. അങ്ങനെ വീട്ടില് എല്ലാവരും ഫാമിലി കുടുംബം മൊത്തം മലയാളം സംസാരിക്കും? അതെ.
പിന്നെ അപ്പൊ തമിഴ് 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 അതെ തമിഴ് മീഡിയമാണ് പഠിച്ചത്. അപ്പൊ വായിക്കാനും എഴുതാനൊക്കെ തമിഴാണ്. ഇപ്പൊ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഒരു ഇത് തന്നുള്ളത്, ഇപ്പൊ എല്ലാവർക്കും എക്സാം എഴുതാലോ, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്ക് വേണ്ടി ഒരു പുതിയൊരു സ്കീം പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നു മലയാളം. ഹിന്ദിയോ ഹിന്ദി ഇപ്പോൾ പറയാനൊക്കെ പറയാനറിയാം. അപ്പോൾ ഈ ഭർത്താവിൻ്റെ ഈ ഫാമിലി പരമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, കുടുംബപരമായിട്ട് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറൊക്കെ എങ്ങനെയാണ്? അതെ അതെ, നാട്ടില് എൻ്റെ അച്ഛനും ഹോട്ടലിൽ തന്നെ ബിസിനസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ബിസിനസ് തന്നെയാണ്. ഹോട്ടലായത് കൊണ്ട് കൂടുതലും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഭക്ഷണത്തിന്റെ ഫുഡിന്റെ പല കാര്യത്തിൽ എപ്പോഴും പല ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ബിസിനസിന്റെ കാര്യത്തിൽ തന്നെ ഇടപെടാറുണ്ട്. കാരണം ഒരു ഫാമിലി പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ഹോട്ടൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഉള്ളതുകൊണ്ട് അതെങ്ങനെ എത്രത്തോളം അതൊന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ കുറവ് വെച്ചാൽ അത് ഞാൻ പറയും, ഇങ്ങനെ ഇത് കുറവാണ്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ തന്നെ അത് പിള്ളേരെ, കടയത്തെ പിള്ളേരായാലും വർക്കേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൂട്ടുകാരെ പോലെയാ. അതുപോലെ പിന്നെ അച്ഛൻ്റെ കൂടെ ഉള്ള ആൾക്കാരുമായിരുന്നു, മാനേജറും കാഷ്യറും സന്തോഷേട്ടനും. അപ്പൊ ഞങ്ങളുടെ ഹോട്ടലിന്റെ വിജയം അവരും കൂടെയാണ്. അതെ, തീർച്ചയായിട്ടും. ഏട്ടൻ എല്ലാ മാസവും 2 മാസം കൂടുമ്പോഴൊക്കെ കൂടുതൽ നാട്ടിൽ പോകും. അപ്പോൾ മാനേജറും കാഷ്യറും തന്നെ നോക്കാറൊക്കെ. അപ്പോൾ അവര് നല്ല സപ്പോർട്ടാണ്. വർക്കേഴ്സ് നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഇന്ന് വെച്ചാല് വർക്കേഴ്സ് അത്രയും ഹോട്ടലിൽ തീരെയും കിട്ടാത്ത ഒരു സമയമാണ്. പക്ഷെ നമ്മളെ വർക്കേഴ്സ് എല്ലാം 10 വർഷവും 15 വർഷവും നിൽക്കുന്ന ഒരു വർക്കേഴ്സാണ് നമ്മളെ കടയിൽ. അങ്ങനെ ഒരു സീക്രട്ടും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാ ആളും നോൺ വെജ് ഒന്നും കഴിക്കില്ല. ഒന്ന് ഓർക്കുക, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവരുടെ കുടുംബമാണ്. കുടുംബം ഇമ്പം കൂട്ട് ഇമ്പമാകുമ്പോൾ അത് കുടുംബമാകുന്നു. അങ്ങനെ നമ്മുടെ പ്രദീപ് സാറിൻ്റെ വിജയത്തിന് പിന്നിലും അതുതന്നെയാണ്. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഒത്തൊരുമയായിട്ട് ഈ വിജയം നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തതായി പ്രേക്ഷകർക്ക് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. സ്വന്തമായി ഭരണഘടനയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, സ്വന്തമായി ഭരണഘടനയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.